നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ പൊങ്കാലന്റെ കൂടെ സമർപ്പിക്കുന്ന മണ്ടപ്പുറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. 200 ഗ്രാം പച്ചരി ഉണ്ട്. ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക. 4-5 മണിക്കൂർ ഒന്ന് കുതിർന്ന് വന്നോട്ടെ. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു തുണിയിലേക്ക്, കോട്ടൺ തുണിയിലേക്ക് ഇട്ടിട്ടൊന്ന് വെള്ളം കളഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1-2 പ്രാവശ്യമായിട്ടൊന്ന് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് നൈസായിട്ട് നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് പോലെ നൈസാക്കി പൊടിച്ചെടുക്കണ്ട. നമ്മൾ പുട്ടിന് പൊടിക്കുന്നത് പോലെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് വേണമെങ്കിൽ അരിയൊന്നും പൊടിഞ്ഞിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തും കൂടി എടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ വറുത്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കുക. പാൻ ചൂടായതിന് ശേഷം പാനിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് വറുത്തെടുത്താൽ മതി. നമ്മുടെ കയ്യിലേക്ക് ആവി അടിക്കുമല്ലോ, അതുപോലെ തന്നെ പൊടി കുറച്ചും കൂടി ഒന്ന് വികസിച്ച് വരുന്നത് പോലെ തോന്നും. നല്ല പുട്ടിൻ്റെ മണം വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ചെറുപയറും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഒരു 150 ഗ്രാം ഉണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പച്ച കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ചെറുപയർ വറുത്തതിൻ്റെ മണം വരുന്നവരെ അങ്ങ് 5 മിനിറ്റ് അങ്ങ് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. മണ്ടപ്പറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള തൊലിയോട് കൂടിയിട്ടുള്ള ചെറുപയർ എടുക്കാം. അതല്ലെങ്കിൽ തൊലിയില്ലാത്ത നമ്മൾ പായസത്തിന് എടുക്കുന്ന ചെറുപരിപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതാണെങ്കിലും കഴുകിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ പയറോടെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് വരുന്ന സമയത്ത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പോകണ്ട. നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കുന്നത് പോലെ തന്നെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചുക്ക് ഏലക്കയും ഒന്ന് പൊടിച്ചെടുക്കണം. ചുക്കുപൊടി ഏലക്കപ്പൊടിയും വേറെ തന്നെ ഉണ്ടെങ്കിൽ രണ്ടും ഒരു 1/4 ടീസ്പൂൺ വെച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുക്കുക. അതുപോലെ തന്നെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കേൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കൽക്കണ്ട ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ശർക്കരയാണ്. തേങ്ങ ചിരകിയതൊരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നുണ്ട്, വെള്ളമൊട്ടും തന്നെ ചേർക്കുന്നില്ല. പിന്നെ ശർക്കര ഒന്ന് ചീകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 225 ഗ്രാം ഉണ്ട്. നമുക്ക് ഈ ഒരളവിൽ അരിപ്പൊടിയും ചെറുപയറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 200 മുതൽ 250 ഗ്രാം വരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്താം. ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും അഴുക്കില്ലാത്ത ശർക്കര നോക്കിയെടുക്കണേ. കാരണം നമ്മൾ ഇത് ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്നൊന്നുമില്ല, ഇതുപോലെ തന്നെ എടുക്കുകയാണ്, അതുകൊണ്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ചീകി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ കൈകൊണ്ട് തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് അമർത്തി ഞെരടി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ തേങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങാപ്പാൽ പുറത്തേക്ക് വരികയും ചെയ്തോളും. അതുപോലെ തന്നെ നമ്മൾ ശർക്കരയൊക്കെ ചീകി എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടകളോടുകൂടിയാണ് ഉള്ളതെങ്കിൽ അതും ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നോളും. അപ്പോൾ നമുക്കിതൊക്കെ കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ടാകും. ഇനി അതല്ല, ശർക്കര അധികം കട്ടകളൊന്നും ഇല്ലാതെയാണ് ചീകിയിരിക്കുന്നത്, അതുപോലെ തന്നെ തേങ്ങ അധികം മൂക്കാത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അവസാനം എല്ലാം കൂടെ ഒരുമിച്ചാണ് മിക്സ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, അതായിരിക്കും കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ അരിപ്പൊടി വറുക്കുന്നതിന് പകരമായിട്ട് വാങ്ങിക്കുന്ന പുട്ടുപൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ തേങ്ങേൻ്റെ ആവശ്യം വരും, കാരണം അതിലേക്ക് നനഞ്ഞു കിട്ടാൻ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന തേങ്ങ തന്നെ ധാരാളം മതിയാകും. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ചുക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് കൈകൊണ്ട് അമർത്തി ഞെരടി മിക്സ് ചെയ്തെടുക്കണേ. നമ്മളിത് നിവേദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതല്ല, നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയും പയറുപൊടിയും തേങ്ങയും ശർക്കരയും കൂട്ടിയിട്ട് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ കൈകൊണ്ട് അമർത്തി തിരുമ്മി ഞെരടി ഒന്ന്
മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അമർത്തി തിരുമുന്ന സമയത്ത് ശർക്കരയിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു കിട്ടിക്കോളും. നന്നായിട്ട് നനയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണേ. തേങ്ങ അമർത്തി തിരുമ്പുമ്പോൾ തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കൂടുതൽ തേങ്ങ ചേർക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അഥവാ നനഞ്ഞു വരുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല, നന്നായിട്ട് തേങ്ങ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നല്ലോണം ഒന്ന് അമർത്തി ഞരടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളകൾ തന്നെ വേണേ. അതുകൊണ്ട് കുഴച്ച് വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ഒരു കയ്യിൽ കൊള്ളാവുന്ന അത്രയും മാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് 2 കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയും വലിപ്പത്തിലുള്ള ഉരുളയായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ഉരുളയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ചെറുത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ അരിയുണ്ടി അവലോസുണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. ഇത്രയും അരിപ്പൊടിയും ചെറുപയറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലൊരു 6 മണ്ടപ്പുറ്റ് വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് വലിയ ഉരുളകളാണല്ലോ, അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും വെന്ത് വരാൻ. അപ്പോൾ വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചേരട്ടെ. ഇതിന് മുകളിലേക്ക് ഒരു സ്റ്റീമർ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിൽ നമ്മളിപ്പോൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയൊക്കെ വേണ്ടിവരും. കാരണം ഇത് വലിയ ഉണ്ടകളാണ്. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും വെന്ത് വരാൻ, ഉള്ളൊക്കെ വേവണമെങ്കിൽ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. എല്ലാം വെന്തിട്ടുണ്ടാവും. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ചും കൂടെ നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, പാകത്തിന് മധുരമൊക്കെ ഉണ്ട്. മധുരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ പൊടി വറുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അരിച്ചും കൂടി എടുത്തു വെക്കാം കേട്ടോ പൊടി. അതല്ലെങ്കിൽ ചിലപ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവസാനം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഉരുണ്ടുകൂടി കിടക്കുന്ന പൊടിയുടെ കട്ടകൾ ചിലപ്പോൾ മിക്സ് ആകാതെ വരും. അതുകൊണ്ടാണ്. നമുക്ക് മാറാത്ത തലവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നിവേദ്യമായിട്ടാണ് എല്ലാവരും മണ്ടപ്പുറ്റ് ഉണ്ടാക്കാറുള്ളത്. ഇത് നിവേദ്യമായിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.